ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 32 ശ്ലോകം 5-6. പീതാംബരം കരവിരാജിത ശങ്കചക്രകമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 5. പ്രാപ്തേ ത്വദുക്തേ ഹരിവാരിധാര പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്രഃ സപ്തർഷിഭി സാർത്തമപാരവാരിണി ഉത്കൂർണമാനശരണം യയത്വാം. അന്വയം അർത്ഥം. ത്വദുക്തേ അങ്ങയാൽ പറയപ്പെട്ട ഹനി ദിവസം ആയപ്പോൾ ഭൂമിതലേ ഭൂമണ്ഡലമാകെ വാരിധാര പരിപ്ലതേ തോരാതെ പെയ്ത മഴവെള്ളത്തിൽ മുങ്ങിയപ്പോൾ മുനീന്ദ്രക ആ രാജർഷി ശ്രേഷ്ഠൻ സപ്തർഷിഭി സാർത്ഥം സപ്തർഷികളോട് കൂടി അപാരവാരിണി അനന്തമായ ജലത്തിൽ ഉത്കൂർണമാന മുങ്ങി മുഴുകി ത്വാം അങ്ങയെ ശരണം ആശ്രയം യയൗ പ്രാപിച്ചു. ഹരിവും. സാരം. പ്രളയം കാണാൻ ആഗ്രഹിച്ച രാജാവിനോട് ഭഗവാൻ അവധി പറഞ്ഞ് 7 ദിവസം കഴിഞ്ഞപ്പോൾ ഭൂമി മുഴുവൻ തോരാതെ പെയ്ത വർഷത്താൽ മുങ്ങി. ആ പ്രളയജലത്തിൽ സത്യവ്രത രാജൻ സപ്തർഷികളോടുകൂടി മുങ്ങിയും പൊങ്ങിയും പരിഭ്രാന്തനായി തീർന്നു. നിന്ദ്രിവടിയെ ശരണം പ്രാപിച്ചു. ഹരിവും. ഓം ഗുങ്കുരിഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ദശകം 32 ശ്ലോകം 6. ധരാം ത്വദാദേശകരീമവാപ്താം നൗരൂപിണീമാരൂരുഹസ്തദാത്തേ തുക്കംബകംബ്രേഷു തേഷു ഭൂയകാം ത്വാമംബുധേരാവിരഭൂർമഹീയാൻ. അന്വയം അർത്ഥം. തഥാ അപ്പോൾ തേ അവർ ത്വദാദേശകരീം അങ്ങയുടെ ആജ്ഞ നടത്തുന്നവളും അവാപ്താം അവിടെ വന്നെത്തിയവളും നവരൂപിണിയും തോണിയുടെ ആകൃതി ധരിച്ചവളുമായ ധരാം ഭൂമിയെ ആരൂരുഹു ആരോഹണം ചെയ്ത് തേഷു അവർ തത്കമ്പകംബ്രേഷു തോണിയുടെ ഇളക്കം കൊണ്ട് ഭയന്ന് വിറച്ചപ്പോൾ ത്വം അങ്ങ് ഭൂയക വീണ്ടും മഹീയാൻ വലുതായി അമ്പുതേ സമുദ്രത്തിൽ ആവിരഭൂ പ്രത്യക്ഷപ്പെട്ടു. ഹരിവും. സാരം. അങ്ങയെ ശരണം പ്രാപിച്ച് സത്യവ്രതാദികൾക്കു ആശ്രയമായി ഭൂമിദേവി നിന്ദ്രവടിയുടെ ആജ്ഞപ്രകാരം തോണിയുടെ രൂപമെടുത്ത് എത്തി. പ്രാണരക്ഷാർത്ഥം തോണിയിൽ കയറിയ സത്യവ്രതാദികൾ വലിയ തിരയിൽപ്പെട്ട് ആടിയുലഞ്ഞപ്പോൾ ഭയന്ന് വിറച്ച അവരുടെ മുമ്പിൽ അങ്ങ് മഹത്തായ ശരീരത്തോടെ പ്രത്യക്ഷപ്പെട്ടു. ഹരിവും.